അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും പ്രിപ്പറേഷനാണ്. അപ്പോൾ ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും പ്രിപ്പറേഷൻ രണ്ടിനെയും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക്, അതായത് ആൽഡിഹൈഡും കീറ്റോണും ഒരുമിച്ച് തരാൻ പറ്റുന്ന പ്രോസസ്സുകൾ ഏതാണെന്നാണ് നോക്കുന്നത്. പ്രിപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണെന്നാണ് നോക്കുന്നത്. 3 എണ്ണമാണ് ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും തരുന്ന പ്രിപ്പറേഷൻസ്. ഒന്ന് ആൽക്കഹോളിൽ നിന്ന്, പിന്നെ ഒന്ന് ആൽക്കീനിൽ നിന്ന്, പിന്നെ ആൽക്കൈനിൽ നിന്ന്. ഓക്കെ, ആലോചിച്ച് വയ്ക്കുക. ആൽക്കഹോളിൽ നിന്ന്, ആൽക്കീനിൽ നിന്ന്, ആൽക്കൈനിൽ നിന്ന്, ഈ 3 ആൾക്കാരുടെ നിന്നാണ് നമുക്ക് ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിനെയും തരാൻ പറ്റുന്ന പ്രിപ്പറേഷൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ആൽക്കഹോളിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതും 2 ടൈപ്പാണ്. ഒന്ന് ഓക്സിഡേഷൻ ആൻഡ് രണ്ടാമത്തെ ഡീഹൈഡ്രോജനേഷൻ. രണ്ടും ഏകദേശം സിമിലർ പ്രോസസ്സാണ്. ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക, ഓക്സിഡേഷൻ ആയാലും ഹൈഡ്രജനെ റിമൂവ് ചെയ്യലാണ്, ഡീഹൈഡ്രോജനേഷൻ ആയാലും ഹൈഡ്രജനെ റിമൂവ് ചെയ്യലാണ്. പക്ഷേ അതിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ, കാറ്റലിസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ ആൽക്കഹോളിൽ 2 എണ്ണം ഉണ്ട്, ഓക്സിഡേഷനും ഡീഹൈഡ്രോജനേഷനും. ഇനി ആൽക്കീനിൻ്റെ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ആൽക്കീനിൻ്റെ ഓസോണാലിസിസ് ആണ്. ആൽക്കീനിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? നമുക്ക് ഓസോണാലിസിസ് വഴി. അപ്പോൾ അതിൽ എങ്ങനെ നമ്മൾ ആൽക്കീനിനെ എടുക്കണമെന്ന് വെച്ചിട്ടാണ് നമുക്ക് കീറ്റോണിനെയും ആൽഡിഹൈഡിനെയൊക്കെ കിട്ടുന്നത്. ഇനി അത് നല്ല രസമായിട്ടുള്ള ഒരു വീടൊക്കെ പണിതിട്ടുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ആൽക്കൈനിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന്. ആൽക്കൈനിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? നമുക്ക് ഹൈഡ്രേഷൻ വഴി, അതായത് വാട്ടറിനെ ആഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ആൽക്കഹോൾ സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നടക്കുന്നത്, ഓക്സിഡേഷനും ഡീഹൈഡ്രോജനേഷനും. ആൽക്കീൻ ആണെങ്കിൽ ഓസോണാലിസിസ് ആൻഡ് ആൽക്കൈൻ ആണെങ്കിൽ ഡീഹൈഡ്രേഷൻ അല്ല, ഹൈഡ്രേഷൻ. ഓക്കെ, ഇനി ഇതെങ്ങനെ ഓരോന്നും ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ആൽക്കഹോളിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതിൽ ആദ്യത്തെയാണ് ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സിഡേഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രൈമറി ആൽക്കഹോളാണ് എടുക്കണതെന്ന് വിചാരിക്കാം. ഈ പ്രൈമറി ആൽക്കഹോളിനെയാണ് നമ്മൾ ഓക്സിഡൈസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്സിഡൈസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ KMnO4 അസിഡിഫൈ ചെയ്തത്, അല്ലെങ്കിൽ K2Cr2O7. ഓക്കെ, KMnO4 അല്ലെങ്കിൽ K2Cr2O7 ആണ് നമ്മൾ യൂസ് ചെയ്യുക. അത് വെച്ചിട്ടാണ് ഓക്സിഡേഷൻ നടത്തുക. അപ്പോൾ നമ്മൾ പ്രൈമറി ആൽക്കഹോളാണ് ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആൽഡിഹൈഡ് കിട്ടും. ആൻഡ് ആൽഡിഹൈഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാർബൺ ആറ്റം സെയിം ആയിരിക്കും. അതായത് ഇവിടെ എത്ര കാർബൺ ഉണ്ടായിരുന്നോ അത്രയും തന്നെ കാർബൺ ആറ്റം ഇവിടെ ഉണ്ടായിരിക്കും, വിത്ത് സെയിം നമ്പർ ഓഫ് കാർബൺ. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? എന്താ പറയുക, ആൽഡിഹൈഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ വിത്ത് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം വേണമെങ്കിൽ നമുക്ക് പ്രൈമറി ആൽക്കഹോൾ എടുത്താൽ മതി. ഇനി ഇതിൽ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് കീറ്റോണിനെ പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡറി ആൽക്കഹോളിനെ എടുക്കണം. അപ്പോൾ സെക്കൻഡറി ആൽക്കഹോളിന് നമ്മൾ ഇതേ ആൾക്കാരെ വെച്ചിട്ട്, അതായത് KMnO4 അസിഡിഫൈ ചെയ്തതോ K2Cr2O7 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിഡൈസ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് കീറ്റോൺ കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ സംഭവം, അതായത് ഇത് പ്രൈമറി ആൽക്കഹോളായിട്ട് നമുക്കിവിടെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നത് CH3CH2OH. ഓക്കെ, പ്രൈമറി ആൽക്കഹോൾ എടുത്തു. ഈ പ്രൈമറി ആൽക്കഹോളിനെ നമ്മൾ KMnO4 അസിഡിഫൈഡ് ആയിട്ടുള്ളതിനെ വെച്ചിട്ട് ഓക്സിഡേഷൻ ചെയ്യുകയാണ്. ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? ഹൈഡ്രജൻ റിമൂവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ഇനി റിമൂവ് ആവണേന്ന് നോക്കാം. ഇവിടെ നിന്നൊരു ഹൈഡ്രജനും റിമൂവ് ആവും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? CH3CHO എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. ക്ലിയർ ആയോ? ഈ 2 ഹൈഡ്രജൻസ്, അതായത് എന്താണ് ഇവിടെ നിന്ന് റിമൂവ് ആവുന്നത്? H2 ആണ് റിമൂവ് ആവുന്നത്. അപ്പോൾ 2 ഹൈഡ്രജൻ ഇവിടുന്ന് ഒരെണ്ണവും ഇവിടെ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് റിമൂവ് ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? CH3CHO എന്ന് പറഞ്ഞിട്ട് പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം കീറ്റോൺ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെക്കൻഡറി ആൽക്കഹോളാണ് വേണ്ടത്. അപ്പോൾ സെക്കൻഡറി ആൽക്കഹോളായിട്ട് നമുക്ക് ആരെടുക്കാം? CH3CHOH, അതായത് സെക്കൻഡ് പൊസിഷനിൽ
സെക്കൻഡ് കാർബൺ ആകുമ്പോൾ OH ഗ്രൂപ്പ് കിട്ടുക, അതാണുള്ള സെക്കൻഡറി പറഞ്ഞു കഴിഞ്ഞാൽ CH3. ഓക്കെ ഓക്കെ അപ്പോൾ അത് എടുത്തു, സെക്കൻഡറി ആൽക്കഹോൾ എടുത്തു. അപ്പോൾ സെക്കൻഡറി ആൽക്കഹോളിൽ നമ്മൾ ഇതേ സാധനം വെച്ചിട്ട്, അതായത് KMnO4 അസിഡിഫൈ ചെയ്തതിനെ വെച്ചിട്ട് ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തുണ്ടാവും, ഹൈഡ്രജൻ റിലീസാവും. ഓക്കെ അപ്പോൾ എവിടെ നിന്ന് ഹൈഡ്രജൻ റിലീസാവും, ഈ എച്ചും കൂടിയിട്ടാണ് H2 ആയിട്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും, നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് CH3. അടുത്ത H പോയല്ലോ, അപ്പോൾ C ആയി. പിന്നെ താഴത്തെ ഓയിൻ്റെ അവിടത്തെയും H പോയി, അപ്പോൾ ഡബിൾ ബോണ്ടോ CH3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇതെന്തായി, കീറ്റോൺ ആയില്ലേ, RC ഡബിൾ ബോണ്ടോ R. ഓക്കെ ഇവിടെ വെച്ചാൽ RCH ആയില്ലേ. അപ്പം അങ്ങനെയാണ് പ്രൈമറി ആൽക്കഹോളിൽ നിന്ന് ആൽഡിഹൈഡും സെക്കൻഡറി ആൽക്കഹോളിൽ നിന്ന് കീറ്റോണും ഉണ്ടാക്കുക. ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സ്റ്റാർട്ടിങ് ഫ്രം ആൽക്കഹോൾ ഓക്സിഡേഷൻ. ഇത് ഞാൻ ചിലപ്പോൾ ക്ലിയർ ആവില്ല വിചാരിച്ചിട്ടാണ് അവിടെ എഴുതുന്നത് കേട്ടോ. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ ഇതേ സാധനം തന്നെയാണ് ഞാൻ പറഞ്ഞതും. Primary alcohol on oxidation with acidified KMnO4 or K2Cr2O7 gives an aldehyde containing same number of carbon atom, and secondary alcohol on oxidation gives ketone. ഇതാണ് ഞാൻ എൻ്റെ എക്സാമ്പിൾ, അത് ഞാൻ കൃത്യമായിട്ട് നേരത്തെ സ്ലൈഡിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ കുറച്ച് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ആൽഡിഹൈഡ് ഷുഡ് ബി റിമൂവ്ഡ് സൂൺ ആഫ്റ്റർ ദെയർ ഫോർമേഷൻ, അതർവൈസ് ദേ വിൽ ബി ഓക്സിഡൈസ്ഡ് ടു ആസിഡ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ആൽക്കഹോളിൻ്റെ പ്രോപ്പർട്ടീസിൽ ആൽഡിഹൈഡിനെ, അതായത് നമുക്ക് ആൽക്കഹോളിനെ ഓക്സിഡേഷൻ ചെയ്തിട്ടാണ് ആൽഡിഹൈഡ് കിട്ടുന്നത് അല്ലേ. ഈ ആൽഡിഹൈഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് റിമൂവ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ അവിടെയും ഓക്സിഡേഷൻ നടന്നിട്ട് അത് ആസിഡായി മാറും. ഓക്കെ ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഡിഹൈഡ് കിട്ടും. ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓക്സിജൻ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആസിഡ് കിട്ടും, കാർബോക്സിലിക് ആസിഡ്. ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്താണ്, ഇപ്പം ഞാൻ പറഞ്ഞു അല്ലേ ആൽക്കഹോളിനെ ആൽഡിഹൈഡായിട്ട് പിന്നെ ആൽഡിഹൈഡിനെ എടുത്ത് വെച്ചില്ലെങ്കിൽ അത് ആസിഡായി ഓക്സിഡൈസ്ഡ് ആവുമെന്ന് പറഞ്ഞു. ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ, അതായത് ആൽക്കഹോളിൽ നിന്ന് ആൽഡിഹൈഡ് ആവണം പക്ഷേ ആൽഡിഹൈഡിൽ നിന്ന് ഫെർദർ ആസിഡ് ആവണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൽഡായിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റാണ് പെരിഡിനം ക്ലോറോക്രോമേറ്റ് എന്ന് പറയുന്നത്, PCC ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. സോ അത് എന്ത് ചെയ്യുള്ളൂ, ആൽക്കഹോളിനെ ആൽഡിഹൈഡ് വരെ ആക്കും, അത് കഴിഞ്ഞ് ആസിഡ് ആക്കാൻ അത് സമ്മതിക്കില്ല. ഓക്കെ അപ്പോൾ എക്സാമിന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി രണ്ടാമത്തെയാണ് ഡീഹൈഡ്രോജനേഷൻ. ഡീഹൈഡ്രോജനേഷൻ ഞാൻ ഇവിടെ തന്നെ പറഞ്ഞുതരാം, ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ഒന്നും കൂടി എഴുതി കാണിച്ചു തരാം. അതായത് when vapors of alcohol are passed through hot copper at 573 Kelvin, primary alcohol എന്താവും, ആൽഡിഹൈഡ് ആവും, സെക്കൻഡറി എന്താവും, കീറ്റോൺ ആവും. കാണിച്ചു തരാം. അപ്പോൾ ഡീഹൈഡ്രോജനേഷനിൽ നമ്മൾ ആൽക്കഹോൾസിൻ്റെ വേപ്പേഴ്സ് ഹോട്ട് കോപ്പറിൽ കൂടെ 573 കെൽവിനിൽ പാസ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതിൽ നമ്മളൊരു പ്രൈമറി ആയിട്ടുള്ള ആൽക്കഹോൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ CH3 CH2OH, ഇങ്ങനെ ഒരു പ്രൈമറി ആയിട്ടുള്ള ആൽക്കഹോൾ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ വേപ്പേഴ്സിനെ ഹോട്ട് കോപ്പറിൽ കൂടെ 573 കെൽവിനിൽ പാസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഹൈഡ്രജൻ റിമൂവ്ഡ് ആവും. ഓക്കെ ഇതിൽ നിന്ന് എന്താവും, ഹൈഡ്രജൻ റിമൂവ്ഡ് ആവും. ഈ ഒരു ഹൈഡ്രജനും ഈ ഒരു ഹൈഡ്രജനും റിമൂവ്ഡ് ആവും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, CH3CHO എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ അപ്പോൾ പ്രൈമറി ആൽക്കഹോളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം, ഒരു ആൽഡിഹൈഡ് കിട്ടാം. ഇനി അഥവാ നമ്മൾ യൂസ് ചെയ്യണത് സെക്കൻഡറി ആൽക്കഹോളാണെന്ന് വിചാരിക്കാം. സെക്കൻഡറി ആൽക്കഹോളിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെ എടുക്കാം, CH3 CHOH CH3. ഓക്കെ അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണു, വീണ്ടും ഹോട്ട് കോപ്പറിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കണം 573 കെൽവിനിൽ. അപ്പോൾ എന്ത് സംഭവിക്കും, ഹൈഡ്രജൻ റിമൂവ്ഡ് ആവണം, ഇവിടുന്നും ഹൈഡ്രജൻ റിമൂവ്ഡ് ആവും. അത് എവിടെ നിന്നൊക്കെ റിമൂവ്ഡ് ആവും, ഈ ഒരു ഹൈഡ്രജനും ഈ ഒരു ഹൈഡ്രജനും റിമൂവ്ഡ് ആവും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടണോ, CH3C ഡബിൾ ബോണ്ടോ CH3. അപ്പോൾ ഇതെന്താണ്, കീറ്റോൺ ആണ്. അപ്പോൾ സെക്കൻഡറി ആൽക്കഹോളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, കീറ്റോൺ കിട്ടും. ഓക്കെ
ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ആൽക്കഹോളിൽ നിന്നുള്ള പ്രിപ്പറേഷൻസ്. ഇനി നമുക്ക് ആൽക്കീൻ എന്നുള്ളത് നോക്കാം. രണ്ടാമത്തെയാണ് ഓസോണാലിസിസ് ഓഫ് ആൽക്കീൻ. ആൽക്കീൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഏക വഴി എന്ന് പറഞ്ഞാൽ ഓസോൺ വെച്ച് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. അതാണ് ഓസോണാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കീൻ ഓൺ റിയാക്ഷൻ വിത്ത് ഓസോൺ, O3 എന്ന് പറഞ്ഞാൽ എന്താ? ഓസോണാണ്. അപ്പോൾ ആൽക്കീൻ ഓൺ റിയാക്ഷൻ വിത്ത് O3 ഫോം ഓസോണൈഡ്സ്. ഈ ഓസോണൈഡ്സ് എന്ന് പറയുന്നത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കമ്പൗണ്ട്സ് ആണ്. അപ്പോൾ അവരെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഓസോണൈഡ്സിനെ നമ്മൾ എന്നിട്ട് സിങ്ക് ആൻഡ് വാട്ടർ ഒരു കോമ്പോനെ വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ അവർ പലതരത്തിലുള്ള മിക്സ്ചേഴ്സ് തരാം. അപ്പോൾ ഒന്നല്ലെങ്കിൽ 2 സെയിം ആയിട്ടുള്ള ആൽഡിഹൈഡ് തരാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് തരാം? 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ് തരാം, അല്ലെങ്കിൽ ഒരു കോംബോ, അതായത് ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും ഒരു കോംബോ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള മിക്സ്ചേഴ്സ്, അത് നമ്മൾ എന്ത് ആൽക്കീൻ എടുക്കണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പം എന്താണ് ബേസിക്കലി ഈ കംപ്ലീറ്റ് റിയാക്ഷൻ? ആൽക്കീൻ ഓസോണായിട്ട് റിയാക്ട് ചെയ്ത് പിന്നീട് സിങ്കും വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്ന ഈ കംപ്ലീറ്റ് റിയാക്ഷനാണ് എന്ത്? ഓസോണാലിസിസ് ഓഫ് ആൽക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എങ്ങനെ ഈ റിയാക്ഷൻ നടക്കണമെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഫോർമുല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൽക്കീൻ എടുക്കണു, ആൽക്കീനെ ഓസോണായിട്ട് ട്രീറ്റ് ചെയ്യണു. അപ്പോൾ നമുക്കൊരു ഓസോണൈഡ് തരും. ആ ഓസോണൈഡിനെ നമ്മൾ സിങ്ക് ആൻഡ് വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യണു. അപ്പം നമുക്ക് പല ടൈപ്പിലുള്ള കമ്പൗണ്ട് തരും. ഒന്നല്ലെങ്കിൽ 2 ആൽഡിഹൈഡിന് തരും, അല്ലെങ്കിൽ ഒരു ആൽഡിഹൈഡ് കീറ്റോൺ തരും, അല്ലെങ്കിൽ സെയിം ആൽഡിഹൈഡ് തരും. ഓക്കെ, 2 സെയിം ആൽഡിഹൈഡ്, 2 ഡിഫറെൻ്റ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോണിൻ്റെ കോംബോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആൽക്കീൻ എടുക്കുകയാണ്. ബേസിക് ആയിട്ടുള്ളതാണ് എടുക്കുന്നത്, CH2 ഡബിൾ ബോണ്ട് CH2. ഇനി ഇതിനെ ഓസോണായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് O3. അപ്പോൾ നമുക്കൊരു വീട് പോലെ ഫോം ചെയ്യും. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു വീട് ഫോം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ CH2 ഇവിടെ വയ്ക്കുക. 2 CH2 ഇല്ലേ നമുക്കിവിടെ? അപ്പോൾ അതിലൊരു CH2 ഇവിടെ വെച്ചു, ഒരു CH2 ഇവിടെ വെച്ചു. ഇവിടെ 3 ഓക്സിജൻ ഇല്ലേ? അതിലൊരു ഓക്സിജൻ മേലെ വെച്ചു, ഒരു ഓക്സിജൻ ഇതിൻ്റെ താഴെയും ഒരു ഓക്സിജൻ ഇതിൻ്റെ താഴെയും വെച്ചു. നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. കണക്ട് ചെയ്യുമ്പോൾ ഓക്സിജനും കാർബണും വേണം കേട്ടോ കണക്ട് ചെയ്യാൻ. ഇതിങ്ങനെ 1 2 3 4 5. ഓക്കെ, ഇതൊരു വീട് പോലെയായില്ലേ ഇപ്പോൾ? ഇനി ഈ വീടിനെ നമ്മൾ പൊളിക്കാൻ പോവാണ്. പൊളിച്ചാലൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യം കിട്ടുള്ളൂ. പൊളിക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വേണം ബ്രേക്ക് ചെയ്യാൻ. ഓക്കെ, ഇങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കമ്പൗണ്ട് കിട്ടും? കമ്പൗണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് വേറൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതായത് സിങ്ക് വാട്ടറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രേക്ക് ആവും. സിങ്ക് വാട്ടറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദേ ഇവിടെ നോക്കുക, ഇതും കിട്ടും. ഈ ഓക്സിജനെ നെഗ്ലക്റ്റ് ചെയ്യുക, ഇവർ രണ്ടാളും കിട്ടും. ഇവരെന്താ? CH2O എന്ന് പറഞ്ഞാൽ എന്താ? HCHO അല്ലേ? 2 ഹൈഡ്രജനും ഒരു കാർബണും ഒരു ഓക്സിജനും, അതല്ലേ ഇത്? ഓക്കെ, അപ്പോൾ ഈ സംഭവമാണ് നമുക്ക് കിട്ടണത്. അത് 2 എണ്ണം കിട്ടില്ലേ? അപ്പോൾ 2 സെയിം ടൈപ്പ് ഓഫ് ആൽഡിഹൈഡ് കിട്ടിയില്ലേ? അതാണ് ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൽക്കീൻ എടുത്തപ്പോൾ നമുക്ക് 2 സെയിം ആൽഡിഹൈഡ് കിട്ടി. ഇനി നമുക്ക് അടുത്തൊരു നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൽഡിഹൈഡ് കിട്ടുന്നൊരു പ്രോഡക്റ്റ് നമ്മളിങ്ങനെ എടുത്തെടുത്ത് ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് ടൈപ്പാണ് കിട്ടാൻ പോണേ എന്നുള്ളത്. അപ്പോൾ അടുത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് CH3 CH ഡബിൾ ബോണ്ട് CH2. എന്തായാലും മിനിമം ഒരു 2 കാർബണുള്ള കമ്പൗണ്ടെങ്കിലും വേണം, ആൽക്കീൻ ആയിരിക്കണം. ഓക്കെ, അത് ഓസോണായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ശ്രദ്ധിക്കുക, ഇതിവിടെ ഈ വേറൊരു കാര്യം പറയാനുള്ളത്, ഡബിൾ ബോണ്ടിന് അക്രോസ് ആയിട്ടാണ് കേട്ടോ ഈ വീട് ഉണ്ടാക്കേണ്ടത്. പറഞ്ഞു തരാം. അതായത് ഇവിടെ CH2 ഡബിൾ ബോണ്ട് CH2 ആയിരുന്നില്ലേ? ഈ ഡബിൾ ബോണ്ട് CH2 പൊട്ടിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ വീട് ഉണ്ടാക്കിയത്. അതുപോലെ ഈ CH3 CH ഡബിൾ ബോണ്ട് CH2ൽ ഈ ഡബിൾ ബോണ്ട് ഉള്ള ഭാഗത്താണ് നമ്മൾ വീട് ഉണ്ടാക്കുക. അതായത് CH3 ഇങ്ങനെ എഴുതി, CH ഇങ്ങനെ എഴുതി, ഇവിടെ CH കൊടുത്തു, ആൻഡ് 3 ഓക്സിജൻ ഇങ്ങനെ
ഇങ്ങനെയായിട്ട് കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് CH3 ഇവിടെ, C ഇവിടെ, CH2 ഇവിടെ എന്നിട്ട് വീട് പണിയല്ല വേണ്ടേ. CH3യും CHും തമ്മിലുള്ള ബന്ധം അങ്ങനെ തന്നെ ഉണ്ടാവും. ഡബിൾ ബോണ്ട് എവിടെയാണോ അവിടെയാണ് പൊട്ടിയിട്ട് വീട് പണിയുക. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ വീട് പണിതു. ഇനി പൊട്ടിക്കണം. ഇങ്ങനെയാണ് പൊട്ടുക. പൊട്ടുമ്പോൾ ഇത് റിയാക്ട് ചെയ്യുന്നത് ആരായിട്ട്? Zn/H2O. ഓക്കെ, അതിൻ്റെ മിക്സ്ചറായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഏതായിരിക്കും? CH3CHO ആയിരിക്കും. ഒരെണ്ണം എന്തായിരിക്കും? ഇവിടെ CH2 ഉണ്ടായിരുന്നേ, CH2O ആയിരിക്കും. അപ്പോൾ ഒരു പ്രോഡക്റ്റ് എന്തായി? CH3CHO, ഒരു പ്രോഡക്റ്റ് HCHOയുമായി. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ആൽക്കീനെ കിട്ടി, ആൽഡിഹൈഡിനെ കിട്ടിയില്ലേ? ഇനി അടുത്ത ആൽക്കീനെ എടുത്ത് നോക്കാം. അപ്പോൾ അടുത്ത ആൽക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വലിയൊരു സാധനം തന്നെ എടുക്കാം അല്ലേ. അതായത് CH3 C CH3 ഡബിൾ ബോണ്ട് CH3. ഓക്കെ, ഒരു യമണ്ടൻ സാധനം തന്നെ ആയിക്കോട്ടെ. ഇതെന്താണ്? 2-methyl but2-ene. ഓക്കെ, എന്താണിത്? 2-methyl but2-ene. ഓക്കെ, ഇതിന് നമ്മൾ ഓസോണായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതേപോലെ തന്നെ എവിടെയാണ് പൊട്ടുക? ഇവിടെയാണ് പൊട്ടുക. അപ്പോൾ CH3C, അപ്പോൾ നമുക്ക് കൺവീനിയൻസിന് വേണ്ടിയിട്ട് ട്വൈസ് എന്ന് കൊടുക്കാം. സെയിം ആയതുകൊണ്ടാണ് ട്വൈസ് എന്ന് കൊടുത്തു. CH, ഇവിടെ CH3 കൊടുത്തു ആൻഡ് ഇവിടെ വീട് പണിതു. ഒരു ഓക്സിജൻ ഉണ്ട്, ഒരു ഓക്സിജൻ. ഓക്കെ, സെറ്റായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവരെ സിങ്ക് വാട്ടർ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ Zn/H2O വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ്. പൊട്ടുന്നത് എവിടെയായിരിക്കും? പൊട്ടുന്നത് ഇതിങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത് ഏതായിരിക്കും? ഇത് CH3CO എന്ന് പറയുന്നത് ആൻഡ് CH3CO. അപ്പോൾ CH3 ട്വൈസ് COയും കിട്ടും, CH3COയും കിട്ടും. അതായത് ഒരു പ്രോഡക്റ്റ് CH3 ട്വൈസ് CO എന്ന് പറഞ്ഞാൽ എന്താ? CH3CO CH3 അല്ലേ? ഒരു കീറ്റോൺ കിട്ടി ആൻഡ് ഒരു ആൽഡിഹൈഡ് കിട്ടി, അതായത് CH3CHO. അപ്പോൾ 3 ടൈപ്പ് സംഭവം കിട്ടിയില്ലേ നമുക്ക്? നമ്മൾ ഓസോൺ അനാലിസിസ് ഓഫ് ആൽക്കീനിൽ പറഞ്ഞു, ആൽക്കീനിനെ ഓസോണായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓസോണൈഡ് കിട്ടും. അതാണ് നമ്മൾ വീട് പോലെ പണിയണത്. അതിനെ സിങ്ക് വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഒരു ആൽഡിഹൈഡ് കീറ്റോണിൻ്റെ മിക്സ്ചർ കിട്ടും, അല്ലെങ്കിൽ 2 സെയിം ആൽഡിഹൈഡ്, അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് ആൽഡിഹൈഡ്സ് ആയിട്ട് കിട്ടും. അത് നമ്മൾ എടുക്കുന്ന ആൽഡിഹൈഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് റിയാക്ഷൻ വരുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ, സ്റ്റാർട്ടിങ് ഫ്രം ആൽക്കൈൻ. ആൽക്കൈനിൽ നിന്ന് എങ്ങനെ നമ്മൾക്ക് ആൽഡിഹൈഡും കീറ്റോണും ഉണ്ടാക്കാം? അത് ഞാൻ പറഞ്ഞു ഹൈഡ്രേഷൻ വഴിയാണ്. അതായത് ആൽക്കൈനെ നമ്മൾ ഹൈഡ്രേഷൻ വഴി, അതിന് വേണ്ടിയിട്ട് 40% H2SO4 1% HgSO4 എടുക്കും. അപ്പോൾ ആൽക്കൈനെ നമ്മൾ വാട്ടർ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാണ്, ഹൈഡ്രേഷൻ വാട്ടർ ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വേണ്ടതാണ് 40% H2SO4 1% HgSO4. അങ്ങനെ നമുക്ക് റിയാക്ഷൻസും ടോട്ടോമറൈസേഷനൊക്കെ കഴിഞ്ഞിട്ട് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ കിട്ടും. അതെങ്ങനെ കിട്ടണമെന്നുള്ളത് നോക്കാം. പിന്നെ മൂന്നാമത്തെ ഫ്രം ആൽക്കൈൻ. വഴിയാണ്. അപ്പോൾ ഹൈഡ്രേഷൻ വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ട്രിപ്പിൾ ബോണ്ട് CH എടുത്തു, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യാണ്. വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റാണ് 40% H2SO4 1% HgSO4. ഓക്കെ, ആൻഡ് അത് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഒരു ഹൈഡ്രജനും കയറും, ഒരു OHും കയറും. ഓക്കെ, എന്തൊക്കെയാണ് കയറുന്നത്? ഒരു ഹൈഡ്രജൻ കയറും ആൻഡ് ഇവിടെ ഒരു OHും കയറും. കാരണം H2O is a combination of hydrogen and OH. ഓക്കെ, അപ്പോൾ ഈ ബോണ്ട് പൊട്ടിയിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിച്ച് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് എന്ത്? CH2. ഇവിടേക്ക് ഒരു ഹൈഡ്രജൻ കയറി. അപ്പോൾ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, പ്ലസ് ഒരു ഹൈഡ്രജനും കളയായപ്പോൾ CH2 ഡബിൾ ബോണ്ട് അല്ലേ, ഒരു ബോണ്ടല്ലേ പൊട്ടിയിട്ടുള്ളൂ, ഡബിൾ ബോണ്ട്
ഈ സി എച്ചിൻ്റെ അവിടേക്ക് ആരാണ് കയറുന്നത്? ഒ എച്ച് ആണ് കയറുന്നത്. അപ്പോൾ CHOH എന്ന് പറഞ്ഞിട്ടാവും. ഇനി ഇതിനെ ടോട്ടോമറൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടോട്ടോമറൈസേഷൻ നടക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ദിസ് വൺ ടോട്ടോമറൈസസ് ഇത് ടോട്ടോമറൈസ് ചെയ്ത് എന്ത് സംഭവിക്കും? ഇതിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഈ ഹൈഡ്രജൻ CH2ലേക്ക് പോവും. എന്നിട്ട് ഈ ഡബിൾ ബോണ്ട് എവിടേക്ക് പോവും? ഈ CH ഈ ഭാഗത്തേക്ക് പോവും. ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പം എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് എന്ത്? ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് പോയില്ലോ, ഇവിടുത്തെ ഹൈഡ്രജൻ ഇങ്ങോട്ട് പോയില്ലോ, അപ്പോൾ CH3 എന്നാവില്ലേ? ആൻഡ് ഈ ഒരു ബോണ്ട് പോയിട്ട് ഈ ഇവിടെ കയറുന്നില്ലേ? അപ്പോൾ CHO എന്നാവും, ഡബിൾ ബോണ്ടും. അപ്പം എന്തായി? ഒരു ആൽഡിഹൈഡ് ആയില്ലേ? അപ്പം അങ്ങനെയാണ് നമുക്ക് ആൽക്കൈനിൽ നിന്ന് ആൽഡിഹൈഡ് കിട്ടിയത്. ഇനി കീറ്റോൺ കിട്ടണ്ടേ? കീറ്റോൺ കിട്ടാനുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് CH3 ട്രിപ്പിൾ ബോണ്ട് CH എടുക്കാം, അടുത്ത ആൾ. അതിനെ വാട്ടറായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇതേ സാധനങ്ങൾ തന്നെ കേട്ടോ. 40% H2SO4 1% HgSO4 ഇത് രണ്ടും എടുത്തു. എന്നിട്ട് എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഇതിൽ ഒരു ഹൈഡ്രജൻ പോയിട്ട് ഈ ട്രിപ്പിൾ ബോണ്ടിൻ്റെ അവിടെയാണ് റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഈ കാർബണിലേക്ക് പോവും. ആൻഡ് ഒരു OH ഗ്രൂപ്പ്, അതായത് ഇവിടെ നിന്നൊരു ഹൈഡ്രജനാണ് ഈ കാർബണിലേക്ക് പോകുന്നത്, ആൻഡ് ഇവിടെ നിന്നുള്ള OH ഈ കാർബണിലേക്ക് പോവും. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് CH3C. ഇവിടേക്ക് OH അല്ലേ കയറിയത്? OH. ആൻഡ് ഇവിടേക്ക് 3 ബോണ്ടായിരുന്നു, ഒരു ബോണ്ട് പൊട്ടി, എന്നിട്ടൊരു ഹൈഡ്രജൻ കയറി, അപ്പോൾ CH2. ഓക്കെ, ഇനി ഇത് ടോട്ടോമറൈസ് ചെയ്യും. എന്ത് കിട്ടും? ഇവിടുത്തെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഈ CH2ലേക്ക് പോവും, ആൻഡ് ഇവിടെ ഡബിൾ ബോണ്ട് വരും. അതെങ്ങനെ വരും? ഇവിടുത്തെ ബോണ്ട് ഒരു ബോണ്ട് ഇങ്ങോട്ട് പോവും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? CH3C ഡബിൾ ബോണ്ടോ CH3 എന്ന് കിട്ടും. ഇത് കീറ്റോൺ ആയില്ലേ? അപ്പോൾ നമുക്ക് ആൽഡിഹൈഡും കീറ്റോണും ഹൈഡ്രേഷൻ വഴി ആൽക്കൈനിൽ നിന്ന് കിട്ടിയില്ലേ? ഇത്രയാണ് ആൽഡിഹൈഡിനും കീറ്റോണിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള ചില പ്രിപ്പറേഷൻസ്. ഓക്കെ.